തൃശൂർ പൂരത്തിനിടെ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് പാറമേക്കാവ് ദേവസ്വം. പൂരത്തിനിടെ ആന വിരണ്ടോടാൻ കാരണം ലേസർ ആക്രമണമാണ്. പൂരപ്പറമ്പിൽ ലേസറുകൾ നിരോധിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഇക്കൊല്ലം പൂരത്തിന് നമ്മൾ നേരത്തെ പേടിച്ച പോലെ തന്നെ ഈ ലേസർ ആനകളുടെ കണ്ണിലേക്ക് അടിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആന തിരുവമ്പാടി വിഭാഗത്തിലെ ആന ഒന്ന് പേടിക്കുകയും ചെയ്തത്. ആന ആക്രമണങ്ങളൊന്നും ചെയ്തിട്ട് ആരെ ആക്രമിച്ചിട്ടുമില്ല. നമുക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പേടിച്ച ഉടനെ ബാരിക്കേഡ് കണ്ട് അത് തൊടാണ്ട് വേറെ സൈഡിലേക്ക് മാറി. ഈ ലേസർ വിൽപ്പന നിരോധിക്കണം. പിന്നെ ആരും ഉപയോഗിക്കുന്നുണ്ടായാലും അവരുടെ പേരിൽ കർശന നടപടികൾ ജില്ലാ ഭരണകൂടം എടുക്കണം. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിൽ ഒരു അന്വേഷണം ഒക്കെ ആവശ്യപ്പെടുന്നുണ്ടോ? ദേവസ്വം ഒരു പരാതിയൊക്കെ കൊടുത്ത് ആ നിലയിൽ ഒരു അന്വേഷണം വേണം എന്നാണോ ദേവസ്വം ആവശ്യപ്പെടുന്നത്? അതോ അടുത്ത വർഷമൊക്കെ പൂരം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലേസറുകൾ ഉപയോഗിച്ചുള്ള സംഗതികൾ പൂരപ്പറമ്പിൽ നിരോധിക്കണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആവശ്യം? വിജയകുമാർ, ഔദ്യോഗികമായി തന്നെ പരാതി നൽകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം. അതിന്റെ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു വരികയാണ്. കാരണം ചില റീൽസുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ആനകൾക്ക് നേരെ ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ചു എന്ന് ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അന്ന് ആ ഘട്ടത്തിൽ പാപ്പാന്മാരുമായെല്ലാം സംസാരിച്ച സമയത്ത് ആന വിരണ്ടോടുന്നതിലേക്ക് നയിച്ചത് ഇതാണെന്ന് ആദ്യഘട്ടത്തിൽ പാപ്പാന്മാരെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളും പറഞ്ഞിരുന്നു. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ചില വീഡിയോ ദൃശ്യങ്ങളടക്കം ഈ ദേവസ്വത്തിന് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ പരാതി നൽകാൻ കൂടി ഒരുങ്ങുന്നത്. ഇവർ പറയുന്നത് ഉത്സവ പറമ്പുകളിലടക്കം ഇത്തരത്തിൽ ഈ ലേസർ വിൽപ്പന അടക്കം നടക്കുന്നുണ്ട്, ഇത് നിരോധിക്കണം. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഈ ലേസർ ലൈറ്റുകൾ പൂരപ്പറമ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് തൃശ്ശൂർ പൂരം എന്ന് മാത്രമല്ല, ഈ പൂരം നടക്കുന്ന ചടങ്ങുകൾ അത് എവിടെയുമാകട്ടെ അവിടെയെല്ലാം തന്നെ ഈ ലേസർ ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആന വിരണ്ടോടുന്നതിനുള്ള ഒരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലേസർ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടവും സർക്കാരും പോകണം എന്നൊരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ കഴിഞ്ഞ പൂരത്തിന്റെ അന്ന് രാത്രി എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്താണ് ഉട്ടോളി രാമൻ എന്ന് പറയുന്ന ആന വിരണ്ടോടുകയും പിന്നീട് 40-ലധികം പേർക്കാണ് അന്ന് പരിക്കേറ്റത്. 4 ആനകൾ തുടർച്ചയായി, ഈ രാമനടക്കം 4 ആനകളാണെന്ന് തുടർച്ചയായി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ വിരണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആന പലപ്പോഴും പരിഭ്രാന്തിപ്പെടുന്നു. ആനയെ ഏറെ പ്രയാസപ്പെട്ടാണെന്ന് ഈ പാപ്പാന്മാരെല്ലാവരും തന്നെ ഈ ആനയെ അടക്കി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിൽ ഒരു ആന വല്ലാതെ വിരണ്ടോടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ലേസർ ലൈറ്റുകളാണ് ഈ വിരണ്ടോടുന്നതിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി പരാതി നൽകാനുള്ള നീക്കത്തിൽ തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം ഉള്ളത്. വിജയകുമാർ, യെസ്, അക്കാര്യത്തിൽ ഔദ്യോഗികമായി പരാതി ഉന്നയിക്കാനാണ് പാറമേക്കാവ് ദേവസ്വം ആലോചിക്കുന്നത്. അടുത്ത വർഷങ്ങളിൽ പൂരപ്പറമ്പിൽ ലേസറുകൾ അത് പാടില്ല, അത്തരം ഉപകരണങ്ങൾ പാടില്ല എന്നതൊരു ആവശ്യവുമായി ദേവസ്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.